ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ടേസ്റ്റ് ആൻഡ് ട്രയൽസ്. ഇന്ന് വന്നിട്ടുള്ളത് കലത്തപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. പല നാട്ടിൽ പല പേരിലാണ് ഇത് അറിയപ്പെടുക. കുക്കറപ്പെന്നും കലക്കി ഒഴിച്ച അപ്പെന്നും അങ്ങനെ പല പേരിൽ ഇത് അറിയപ്പെടും കേട്ടോ. അപ്പോൾ നമ്മളിവിടെ കലത്തപ്പം എന്നാണ് പറയുക. നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന അടിപൊളി റെസിപ്പിയാണ് കേട്ടത്. അപ്പോൾ നമുക്ക് കലത്തപ്പം ഉണ്ടാക്കണത് എങ്ങനെയാണെന്ന് പോയി നോക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഞാനിവിടെ ശർക്കരപ്പാനി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് ഞാൻ 2 ഗ്ലാസ് അരി 5 മണിക്കൂർ കുതിർത്തത് വെള്ളം കളഞ്ഞിട്ട് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 3 ഏലക്കയും 1/2 ടീസ്പൂണ് ചെറിയ ജീരകവും 1/4 കപ്പ് ചോറും കൂടി ചേർത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നല്ല രീതിയിൽ അരച്ചെടുക്കുന്നുണ്ട്. ഒരു തരി പോലും ഇല്ലാതെ നല്ല രീതിയിൽ നൈസാക്കിയിട്ട് അതൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ അതായത് നല്ല രീതിയിൽ തന്നെ അരച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച ശർക്കരപ്പാനി അരിച്ച് കുറേശ്ശെയായിട്ട് ഇതിൽ ഒഴിച്ചു കൊടുക്കുക. ശർക്കരപ്പാനി നല്ല തിളച്ച ശർക്കരപ്പാനിയാണ്. അപ്പോൾ അത് ചൂടോടുക്കനെയാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ചൂടോടുക്കനെ ഒഴിച്ചു കൊടുക്കുമ്പോൾ മാവ് വെന്ത് കട്ട പിടിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് നല്ല രീതിയിൽ തന്നെ കയ്യിൽ വെച്ചിട്ട് ഇളക്കി കൊടുക്കണം. ശർക്കരപ്പാനി ഒഴിക്കുന്നതിനനുസരിച്ച് തന്നെ നമ്മൾ കയ്യിൽ വെച്ച് നന്നായി ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇതാ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഉപ്പൊക്കെ ഇട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചൂടാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യൊന്നും വേണ്ട. ഇപ്പോൾ തന്നെ നമുക്ക് കലത്തപ്പം റെഡിയാക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ കുക്കർ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1.5 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണയിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂണ് തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തേങ്ങാക്കൊത്തൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർക്കുക. ഇതിലേക്ക് ഞാൻ ചെറിയ ഉള്ളി ചെറുതാക്കി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതാ തേങ്ങാക്കൊത്തും ചെറിയുള്ളിയൊക്കെ നല്ല രീതിയിൽ തന്നെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് മാവ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ബാറ്ററൊക്കെ കുക്കറിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മുകളിലായിട്ട് നിൽക്കുന്ന തേങ്ങാക്കൊത്തും ചെറിയുള്ളിയൊക്കെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ഒന്ന് മാറ്റി കൊടുക്കാം. ഇനി കുക്കർ അടച്ച് വെച്ചിട്ട് നമുക്ക് ഏകദേശം ഒരു 10 മിനിറ്റ് നമുക്ക് വിസിലൊന്നും ഇടാതെ കുക്കറിൽ വെച്ചിട്ട് ഇതൊന്ന് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ നമ്മൾ കലത്തപ്പം റെഡി ആയിക്കണമെന്ന് ഞാൻ നോക്കൽ ഈ വിസിലിൻ്റെ ഹോളിൻ്റെ ഉള്ളിൽ കൂടി ഇറുക്കളിയിട്ട് കുത്തിയിട്ടാട്ടോ. അപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് അങ്ങനെ ഇത് റെഡിയായി വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അലൂമിനിയത്തിൻ്റെ കുക്കർ എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതാവുമ്പോൾ അടിയിലൊന്നും പിടിക്കാതെ നല്ല രീതിയിൽ തന്നെ നമുക്ക് കിട്ടും. ഇനി സ്റ്റീലിൻ്റെ കുക്കറാണെന്നുണ്ടെങ്കിൽ അടിയിലൊരു കട്ടിയുള്ള എന്തെങ്കിലും പാൻ വെച്ചിട്ട് അതിൻ്റെ മേലെ കുക്കർ വെച്ചിട്ട് ഉണ്ടാക്കിയെടുത്താൽ മതി. ഇപ്പോൾ ഇതാ കണ്ടില്ലേ, നമ്മുടെ അടിപൊളി കുക്കറപ്പം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കണം കേട്ടോ. അപ്പോൾ വീണ്ടും നല്ലൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് കാണാം.